ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കൾക്കും വിശ്വാസ പരിശീലന ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് പ്രാർത്ഥന ചൊല്ലി ക്ലാസ് ആരംഭിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ഒന്നു ചേർന്ന് ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയെ കൂടുതൽ അറിയുവാനും അങ്ങയെ ആഴത്തിൽ മനസ്സിലാക്കുവാനും ഞങ്ങൾക്കിടയാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും വരങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, കന്യാമറിയാമേ, വിശുദ്ധ ഔസേപ്പേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താണെന്നറിയാമോ? തൈലാഭിഷേകം, ആത്മാവിലുള്ള അഭിഷേകം. എന്താണ്? തൈലാഭിഷേകം, ആത്മാവിലുള്ള അഭിഷേകം. എന്താണ് തൈലാഭിഷേകം? തൈലാഭിഷേകം എന്ന് വെച്ചാൽ ഒരു കൂദാശയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ പലതരം കൂദാശകളെപ്പറ്റി? എത്ര കൂദാശയുണ്ട്? 7 കൂദാശയുണ്ട്. ഏതൊക്കെയാണത്? മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, കുംഭസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. ഇതിൽ ആദ്യത്തെ 3 കൂദാശകളെ നമ്മൾ പ്രവേശക കൂദാശകളെന്ന് വിളിക്കുന്നു. പ്രവേശക കൂദാശകൾ ഏതൊക്കെയാണപ്പം? മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന. ഈ 3 കൂദാശകളെ നമ്മൾ പ്രവേശക കൂദാശകളെന്ന് വിളിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ച് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ മാമോദീസയും അതേ തുടർന്ന് തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും നൽകുന്നു. പ്രവേശക കൂദാശകൾ എപ്പോഴാണ് നൽകുന്നത് മനസ്സിലായോ? എന്താണ് ഈ തൈലാഭിഷേകം? തൈലാഭിഷേകം എന്ന് വെച്ചാൽ അതൊരു കൂദാശയാണ്. ആ കൂദാശ വഴി പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ശക്തിയും വരങ്ങളും നമുക്ക് ലഭിക്കുന്നു. വിശദമായി പറയുകയാണെങ്കിൽ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്ന നമുക്ക് മിശിഹായുടെ സുവിശേഷം പ്രഘോഷിക്കാനും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് പ്രത്യേകമായ ശക്തിയും വരങ്ങളും ആവശ്യമാണ്. അതിന് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ആ ശക്തിയും വരങ്ങളും നമുക്ക് ലഭിക്കുന്നത്. ആ കൂദാശയാണ് തൈലാഭിഷേക കൂദാശ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്ന നമുക്ക് മിശിഹായുടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ശക്തിയും വരങ്ങളും നൽകുന്ന കൂദാശയാണ് തൈലാഭിഷേകം. തൈലാഭിഷേക കൂദാശയിലൂടെ നമുക്ക് പ്രത്യേകമായ ശക്തിയും വരങ്ങളും ലഭിക്കുന്നുവെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വരങ്ങളും ലഭിക്കുമ്പോൾ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്കറിയാമോ? 2-3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈശോ മിശിഹായുടെ ജ്ഞാനസ്നാനത്തെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. ജ്ഞാനസ്നാനം എന്ന് വെച്ചാൽ മാമോദീസ. ഈശോയുടെ ജ്ഞാനസ്നാനം എവിടെ വെച്ചാണ് നടന്നത്? ജോർദാൻ നദിയുടെ തീരത്ത് വെച്ച്. ആരാണ് ഈശോയ്ക്ക് ജ്ഞാനസ്നാനം നൽകിയത്? സ്നാപക യോഹന്നാൻ. ഈശോയ്ക്ക് ജ്ഞാനസ്നാനം നൽകിയ ശേഷം അവിടെ എന്താ സംഭവിച്ചത്? സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പറന്നു 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 വന്ന് ഈശോയുടെ മേൽ ആവസിച്ചു. അപ്പോൾ ഒരു സ്വരം കേട്ടു. എന്തായിരുന്നു ആ സ്വരം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് ഈശോ പരസ്യമായി സുവിശേഷം പ്രസംഗിക്കാനും രോഗികളെ സൗഖ്യപ്പെടുത്താനും തുടങ്ങിയത്. അതുപോലെ നമ്മുടെ ശിഷ്യന്മാർ ഈശോയുടെ ക്രൂശുമരണത്തിന് ശേഷം ഈശോ സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഒത്തിരി ഭയം തോന്നി. എന്തുകൊണ്ടെന്നറിയാവോ? അവർ വിചാരിച്ചു അവരെയും യഹൂദന്മാർ പിടികൂടി ഈശോയെ വധിച്ചതുപോലെ തങ്ങളെയും വധിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അവരെല്ലാവരും കൂടെ
ഒരു മുറിയിൽ കതകടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ കൂടെ പരിശുദ്ധ മറിയവും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെന്തക്കോസ്താ ദിവസം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. എന്തിൻ്റെ രൂപത്തിലാണെന്നറിയാമോ? തീനാവുകളുടെ രൂപത്തിൽ അവർ ഓരോരുത്തരുടെയും മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാർക്ക് പ്രത്യേകമായ ശക്തിയും ധൈര്യവും തേജസ്സും ഓജസ്സും ലഭിച്ചു. ഈശോയുടെ ക്രൂശുമരണത്തിന് മുമ്പ് പത്രോസ് ലീഹ ഈശോയെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞിരുന്നു. ആ പത്രോസ് ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അന്ന് തന്നെ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. ആ പ്രസംഗം കേട്ട് 3000ഓളം ജനങ്ങൾ 3000 പീപ്പിൾ അന്ന് തന്നെ ഈശോയിൽ വിശ്വസിച്ചു. കണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം? അതിനുശേഷം ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി. ശിഷ്യന്മാരുടെ ഭാഷയിൽ ഈശോയെക്കുറിച്ച് സംസാരിച്ചു. അവിടെയുള്ള ജനങ്ങൾ അവരുടെ തനതായ ഭാഷയിൽ, മാതൃഭാഷയിൽ മനസ്സിലാക്കാൻ തുടങ്ങി. ഇന്ത്യയിലേക്ക് വന്ന അപ്പോസ്തലൻ ആരാണ്? വിശുദ്ധ തോമാസ് ലീഹ. വിശുദ്ധ തോമാസ് ലീഹ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ തോമാസ് ലീഹ ഈശോയെക്കുറിച്ച് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഷയിലായിരുന്നു. പക്ഷേ മലയാളികൾ കേട്ടത് മലയാളത്തിലും, തമിഴന്മാർ കേട്ടത് തമിഴിലും, തെലുങ്കന്മാർ കേട്ടത് തെലുങ്കിലുമായിരുന്നു. കണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം? അതൊരു ഭാഷാപരമാണ്. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശുദ്ധ എസ്തപ്പാനോസ് അല്ലെങ്കിൽ സെയിൻറ്റ് സ്റ്റീഫൻ. നമ്മുടെ ആദിമ സഭയിലെ 7 ഡീക്കന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ എസ്തപ്പാനോസ്. വിശുദ്ധ എസ്തപ്പാനോസ് ഈശോയെക്കുറിച്ച് എല്ലാ ജനങ്ങളോടും സംസാരിക്കുകയും അതുവഴി ഒത്തിരി ആൾക്കാർ ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്തു. അത് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ കല്ലെറിയാൻ ഓടി വന്ന ജനങ്ങൾക്ക് വേണ്ടി, ശത്രുക്കൾക്ക് വേണ്ടി എസ്തപ്പാനോസ് എന്താ ചെയ്യണമെന്നറിയാവോ? എസ്തപ്പാനോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാമോ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്? എസ്തപ്പാനോസിന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. കണ്ടോ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്? അതുപോലെ നമ്മളും പരിശുദ്ധാത്മാവിൽ നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് കൂട്ടുകൂടണം. പരിശുദ്ധാത്മാവ് നമ്മുടെ സന്തത സഹചാരിയാണ്, സഹായകനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഫ്രണ്ടാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ എന്താ വിളിക്കുക? ചങ്കെന്നല്ലേ, ബ്രോ എന്നല്ലേ? അതുപോലെ പരിശുദ്ധാത്മാവും നമ്മുടെ പ്രിയപ്പെട്ട ചങ്കാണ്. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുകയും ചെയ്യണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുമോ? ഇവിടെ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. അതാണ് ശരിയായ പ്രവൃത്തി. അതേസമയം നമ്മൾ ശ്രദ്ധിക്കാതെ വേറെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തെറ്റാണ്. നമുക്കറിയാം. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ഫ്രണ്ടായ, നമ്മുടെ ചങ്കായ പരിശുദ്ധാത്മാവ് പറയും, കുഞ്ഞേ അരുത്, ക്ലാസ്സിൽ ശ്രദ്ധിക്കണം, കുഞ്ഞേ അരുത് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, ശ്രദ്ധിക്കണം, അനുസരിക്കണം. അനുസരിക്കൂലേ എല്ലാവരും? ഇനി നമുക്ക് തൈലാഭിഷേക കൂദാശയുടെ അടയാളങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. തൈലാഭിഷേക കൂദാശ ആർക്കാണോ നൽകുന്നത് അവരുടെ മേൽ പുരോഹിതൻ കൈവപ്പ് പ്രാർത്ഥന നടത്തുകയും നെറ്റിയിൽ തൈലം കൊണ്ട് പൂശുകയും ചെയ്യും. ഇത് രണ്ടുമാണ് തൈലാഭിഷേക കൂദാശയുടെ അടയാളങ്ങൾ. എന്താണ് തൈലാഭിഷേക കൂദാശയുടെ അടയാളങ്ങൾ? അർത്തിയുടെ മേൽ പുരോഹിതൻ കൈവപ്പ് പ്രാർത്ഥന നടത്തുകയും നെറ്റിയിൽ തൈലം കൊണ്ട് പൂശുകയും ചെയ്യും. തൈലാഭിഷേക കൂദാശ വഴി പരിശുദ്ധ റൂഹായുടെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ലഭിക്കുന്നു. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇവിടെ ഞാൻ പരിശുദ്ധ റൂഹ എന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊരു പഴയ പാട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ കേട്ടിട്ട് കാണും. ഞാനൊന്ന് പാടാം കേട്ടോ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇവിടെ ആരെയാണ് പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത്.
ഇപ്പം മനസ്സിലായില്ലേ പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത് ആരെയാണ്? പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിശുദ്ധ റൂഹ എന്നും പറയും. നമുക്കിനി പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വിവരിക്കുന്ന ഒരു വചനം പഠിക്കാം. എല്ലാവരും ബൈബിൾ ഭക്തിയോടെ എടുത്ത് ബൈബിൾ തുറന്ന് ടീച്ചർ വായിക്കുന്ന വചനം ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ വചനം നിങ്ങൾ മനഃപ്പാഠമാക്കണം. അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഈ വചനം നിങ്ങളുടെ നോട്ട്ബുക്കിൽ 2-3 പ്രാവശ്യം എഴുതി മനഃപ്പാഠമാക്കണം. ഇനിയൊരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാട്ട് പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. തൈലാഭിഷേകത്താൽ ശക്തരായി നാഥന്റെ പ്രേഷിതരാകണം നാം. റൂഹായെ നേടിയ ശിഷ്യഗണം നാഥന്റെ സാക്ഷികളായ പോലെ. പെന്തക്കോസ്താദിനം ശിഷ്യർ നേടി ആത്മാവിൽ നവ്യമം ജീവശക്തി. ഭീരുത്വം മ്ലാനത പോയി മറഞ്ഞു വചനം പ്രഘോഷിക്കാൻ നാവുയർന്നു. തൈലാഭിഷേകമം കൂദാശയിൻ നേകുന്നു നമ്മിലും നവ്യശക്തി. തിന്മയെ എന്നും അകറ്റി നിർത്താൻ നന്മതൻ പാതയിൽ സഞ്ചരിക്കാൻ. നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലെ പഠിച്ച പാഠഭാഗങ്ങളിലുള്ള ആൻസേഴ്സ് കണ്ടെത്താം. ക്വസ്റ്റ്യൻ നമ്പർ 1, തൈലാഭിഷേക കൂദാശ എന്നാൽ എന്ത്? പേജ് നമ്പർ 32, പാരഗ്രാഫ് 1. മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്ന നമുക്ക് മിശിഹായുടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ശക്തിയും വരങ്ങളും നൽകുന്ന കൂദാശയാണ് തൈലാഭിഷേകം. ക്വസ്റ്റ്യൻ നമ്പർ 2, തൈലാഭിഷേക കൂദാശയുടെ പ്രധാന അടയാളങ്ങൾ ഏവ? പേജ് നമ്പർ 33, പാരഗ്രാഫ് 2. അർത്തിയുടെ മേൽ കാർമികൻ കൈവപ്പ് പ്രാർത്ഥന നടത്തുകയും നെറ്റിയിൽ തൈലം പൂശുകയും ചെയ്യുന്നതാണ് തൈലാഭിഷേക കൂദാശയുടെ പ്രധാന അടയാളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 3, സഭയുടെ പ്രവേശ കൂദാശകൾ ഏതെല്ലാം? പേജ് നമ്പർ 32, പാരഗ്രാഫ് 3. മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന എന്നീ കൂദാശകളെ പ്രവേശ കൂദാശകൾ എന്ന് വിളിക്കുന്നു. എല്ലാവരും ടീച്ചർ പറഞ്ഞ വചനം മനഃപ്പാഠമാക്കുകയും ബുക്കിൽ എഴുതുകയും ചെയ്യണം. അതുപോലെ ക്വസ്റ്റ്യനും ആൻസറും എഴുതി പഠിക്കണം. പാട്ട് പഠിപ്പിച്ചാലോ അതും പഠിക്കണം. എല്ലാവരും പഠിച്ചു വരികയില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലി ക്ലാസ് നിർത്താം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഇന്ന് പഠിച്ച എല്ലാ പാഠഭാഗങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.